ഇതിന് ഒരു മെച്യൂർഡ് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു മുഖമാണ്. അതായത് സ്നേഹമുള്ള ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. അതായത് വിവാഹം പോലത്തെ കുറച്ചും കൂടി നൂലാമാലകളുള്ള ഒരു ബന്ധത്തിലേക്ക് പോകാൻ താല്പര്യമില്ല. എന്നാൽ പ്രണയം പോലെ വലിയ ഭാരിച്ച കമ്മിറ്റ്മെന്റ് എടുക്കാനും താല്പര്യമില്ല. രണ്ടുപേരും തമ്മിൽ ഒരു പോളിഷ്ഡ് സൗഹൃദമുണ്ട്. എന്നാലും നല്ല ഒരു വാംത്ത് ഉണ്ട്, ഒരു ഊഷ്മളതയുണ്ട് രണ്ടുപേരും തമ്മിൽ എന്നുള്ളതാണ്. പക്ഷെ ഇതിനെ ഇപ്പൊ പറയുന്ന വാക്ക് ജെൻസി ടേംസിലൊക്കെ പറയുന്ന വാക്ക് സിറ്റുവേഷൻഷിപ്പ് എന്നാണ്. അതായത് ഇതിനെ പ്രണയത്തിന് മുകളിലും അല്ല, പ്രണയത്തിന് താഴെയും ഫ്രണ്ട്ഷിപ്പിന് മുകളിലും, അതാണ് ഈ സിറ്റുവേഷൻഷിപ്പിന്റെ അർത്ഥം. ടേം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതെന്താണെന്ന് നമ്മുടെ ഇടയിലുള്ള ബന്ധം എന്താണ് കൃത്യമായിട്ട് ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റാതിരിക്കുക, എന്നാൽ നമുക്ക് അതുകൊണ്ടൊരു സന്തോഷവും സുഖവും ഒക്കെ കിട്ടുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ശരിക്കും സിറ്റുവേഷൻഷിപ്പ് ആണോ? പറയുന്നവർക്ക് ഒരു സുഖം കിട്ടുന്നുണ്ട്. എന്താ വെച്ചാല് എങ്ങനെയാ വെച്ചാല് കുറെ കമന്റ് ഇട്ടിട്ട് ഇതിന്. അപ്പോൾ അമ്മയ അവളുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന സാധനം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇത് നമ്മൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ്, അതിൻ്റെ മുകളിലേക്കൊരു സ്നേഹബന്ധമുണ്ട്, ഒരു മ്യൂച്വലായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഒരു ബോണ്ട് ഉണ്ട്. പരസ്പരം ഓരോ സ്വന്തം അനുഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് ഓരോരുത്തർക്ക് വീഴ്ച വരുമ്പം അയാളെ താങ്ങി നിർത്താനും അയാളെ ഒരു കരുതൽ നൽകാനും അങ്ങനെയുള്ള ഒരു ബോണ്ടിങ് നമ്മുടെ ഇടയിലുണ്ട്. അതൊരു കല്യാണത്തിലേക്കോ അതൊരു പ്രണയമോ ഒന്നും പറയാൻ പറ്റില്ല. ഇതല്ലാതെ ഇതിന് വേറൊരു പേര് വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ, ഐ ഡോണ്ട് ഈവൻ കെയർ. അതിന് പക്ഷേ അവിഹിതം എന്ന് പറയാൻ പറ്റില്ല. ഈ അവിഹിതം എന്ന് പറയുന്നത് ഒരാളുടെ ആയിട്ട് റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ, ഒരാളായിട്ട് ഓൾറെഡി റിലേഷൻഷിപ്പ് ഉള്ളപ്പം വേറൊരാളായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധം വെക്കുന്നതിനെയാണ് അവിഹിതം എന്ന് പറയുന്നത്. അതാദ്യം പ്രേക്ഷകർ മനസ്സിലാക്കുക. എസ്പെഷ്യലി ഈ അവിഹിതം എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്ന കമൻ്റോളികൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് അവിഹിതത്തിൻ്റെ ഡെഫിനേഷൻ. ഇനിയിപ്പോൾ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണം എന്ന് വെച്ചാൽ കേൾക്കുന്ന കാര്യമൊക്കെ പറയുന്നവർക്ക് ഒരു സുഖം. ഇതിൻ്റെ പേര് അവിഹിത ചൊറിച്ചിലാന്നേ.